അല്ലെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് ഈ പാക്കുകളൊക്കെ ഇട്ടിരിക്കാൻ സമയമില്ലാത്തവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ സ്പ്രേ ആണ്. സ്പ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമുക്കൊരു പഞ്ഞിയിൽ മുക്കിയിട്ട് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നര വരുന്നത് കുറയാനായിട്ട് സഹായിക്കും. മുടിയുടെ വളർച്ച കൂട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ സിറാണ് കേട്ടോ. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഹെയർ സിറാണ്. പാക്കുകൾ എനിക്ക് ഇടാനായിട്ട് പറ്റില്ല. നമുക്ക് ഈ ജലദോഷത്തിൻ്റെ ഒരു പ്രശ്നം, അതുപോലെ തന്നെ തണുപ്പടിക്കുമ്പോൾ ഈ മൈഗ്രൈൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഈ പാക്കുകൾ ഇട്ട് നമുക്ക് തലയിൽ വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പക്ഷെ നമ്മുടെ മുടി വളർത്തിയെടുക്കാനും അത് പോലെ തന്നെ പോയ മുടീനൊക്കെ അതിൻ്റെ ആ സ്ഥാനത്ത് നമുക്ക് ഇരട്ടി കൊണ്ടുവരാൻ പറ്റണ ഒരു ഹെയർ സിറം കൂടിയാണ്. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മുടിയിൽ ശ്രദ്ധിച്ചാൽ തന്നെയാണ് നമുക്ക് ഈ ചെയ്യണതിനൊരു ഗുണം കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്യുന്ന ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിന് മുമ്പാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇതേപോലെ പല്ലകലുള്ള ചീർപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ കൊച്ചിലെയൊക്കെ നമുക്ക് അറിവില്ലാത്ത സമയത്ത് നല്ല അടുപ്പിച്ചുള്ള ഇങ്ങനെ നല്ല അടുപ്പിച്ചുള്ള ഒരു ചീർപ്പല്ല നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷേ നമ്മളത് അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഈരി നമ്മൾ തലയുടെ കെട്ടഴിക്കില്ലേ, പക്ഷെ അതും നമ്മൾ ചെയ്യാൻ പാടില്ല. ശരിക്കും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കോന്തിയതിന് ശേഷം എവിടെയെങ്കിലും കെട്ടുണ്ടെന്ന് അങ്ങനെ തോന്നുവാണെങ്കിൽ ആ ഭാഗത്തത്തെ കെട്ട് ആദ്യം നീക്കിയതിന് ശേഷം വേണം നമ്മൾ ഇവിടുന്ന് കൊണ്ടുവരാനായിട്ട്. ഇങ്ങനത്തെ ചീർപ്പ് ഉപയോഗിക്കുമ്പോഴത്തെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിൽ അധികം ഉണ്ടാവില്ല. മറ്റേ ചീർപ്പിൽ നല്ല പോലെ മുടി കൊഴിയും. അത് നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് അങ്ങനെ തന്നെ പിഴുതു പോവും. അറിയാമല്ലോ നിങ്ങൾക്ക്, പലരും ചെയ്യണ ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചീർപ്പ് ഉപയോഗിക്കാനായിട്ട് നോക്കാം. നമുക്ക് 2 ദിവസമാണ് ഈ ഒരു ചീർപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ചീർപ്പ് ഉപയോഗിച്ചതിന് ശേഷം ഒരു മാറ്റം നമുക്ക് തോന്നുള്ളൂ. പിന്നെ നമ്മുടെ മുടിയൊന്നും കൊഴിയില്ല എന്ന് നമുക്ക് കാണുമ്പോൾ നമ്മൾ ഈ സ്ഥിരം ഇങ്ങനത്തെ ചീർപ്പൊക്കെ നല്ലപോലെ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ തുടക്കത്തിലത്തെ നമുക്ക് ആ ഒരു ശീലങ്ങൾ, നമ്മൾ പഠിച്ചു വന്ന ശീലങ്ങൾ മാറ്റാനാണ് നമുക്കൊരു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഗുണമായിട്ട് തോന്നണ കാര്യങ്ങളാണെങ്കിൽ നമ്മളത് എന്ത് കാര്യം നമ്മളത് ആ ശീലത്തിൽ നിന്ന് മാറ്റി നമ്മൾ നമ്മുടേതായ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരും. അപ്പം മുടിയുടെ വളർച്ച കൂട്ടാനൊക്കെ ആയിട്ടും അത് വളരെയധികം സഹായിക്കണ ഒന്നാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ല പോലെ ഉറങ്ങണം. അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കണം. നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് ഈ മുടിയുടെ വളർച്ചയ്ക്ക്. നമ്മൾ ഉള്ളിലോട്ട് കുറേ കാര്യങ്ങൾ ചെയ്യും, കുറേ പേക്കുകളിടും. അപ്പോഴും പറയും നമുക്ക് മുടി നമുക്ക് ഇരട്ടി കൊഴിഞ്ഞു പോണു. പക്ഷെ നമ്മൾ മുടിക്ക് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. തലമുടീനെ നമ്മൾ എങ്ങനെ കൊണ്ടു നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിരിക്കും നമുക്ക് മുടിയുടെ വളർച്ചയൊക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ആ മുന്നത്തെ ആ ഒരു ഇതിൽ പറഞ്ഞല്ലോ, ഈ പറയുന്ന ആൾക്ക് അത്രയും ഇല്ല എന്നുള്ളത്. നമ്മുടെ മുന്നത്തെ വീഡിയോ കാണാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് ആ ചേട്ടന് വന്നിട്ടുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ നല്ല അഭിമാനത്തോട് കൂടിയിട്ട് പറയാം, നമുക്ക് ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ ഹെയറിൻ്റെ വളർച്ച കൂടിയിട്ട് വരുന്നത് എനിക്കിതാണ്. അതായത് നമുക്ക് പോയ സ്ഥലത്തൊക്കെ നമുക്ക് ഇഷ്ടംപോലെ മുടികളും, നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാമല്ലോ, ഇവിടെയൊക്കെ നല്ല തിക്കായിട്ടുള്ള മുടികളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ഇത് ഈ ഭാഗത്തൊക്കെ ഉണ്ടോ, ഇതൊക്കെ പുതിയത് വരുന്ന ഹെയറുകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ അതൊക്കെ ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട്. നല്ല പോലെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾക്ക് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിതിനായിട്ട് നമുക്ക് കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം നമുക്ക് വേണ്ടിയിട്ട്. അതേത് പ്രായത്തിലായാലും കൊച്ചു പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പം തൊട്ട് ശ്രദ്ധിച്ചാൽ തന്നെയാണ് ആ ഒരു നര വരാതിരിക്കാനും, അതുപോലെ തന്നെ ഈ വെള്ളം മാറി കുളിക്കുമ്പോഴൊക്കെ മുടി കൊഴിഞ്ഞു പോകണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ അവർക്ക് ഊരിപ്പോവും. നമ്മൾ മക്കളെ പുറം സ്ഥലത്തേക്ക് വിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അവരെ മുടി കാണുമ്പോൾ നമ്മൾ ചോദിക്കും, നിങ്ങൾക്ക് ഒന്ന് മുടി ശ്രദ്ധിക്കാനുള്ള നേരമില്ലേ എന്ന്. പക്ഷെ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വെള്ളം മാറി കുളിക്കുമ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ വരുമ്പം നമ്മുടെ മക്കൾക്കൊക്കെ അതുപോലെ തന്നെ പുറത്ത് ജോലി ചെയ്യണവർക്കും കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ സിറാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ പാക്ക് ഇട്ടിരിക്കേണ്ട, ഈ ഒരു സാധനം മാത്രം നമ്മൾ തലയിൽ തേച്ച് കൊടുത്താൽ മതി. തലയിൽ തേച്ച് കൊടുത്തിട്ട് അങ്ങനെ കഴുകി കളയണമെന്നൊന്നുമില്ല. പക്ഷെ ചെയ്യുമ്പോൾ അടുപ്പിച്ച് 2 ആഴ്ച നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിതിൽ ചായയില ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചായയിലയുടെ കറ നമ്മുടെ മുടിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നര വരുന്നത് കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കാനും പറ്റും. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഓരോ ഐറ്റംസും, പിന്നെ ഇതിൽ നമുക്ക് മേടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയില ഉണ്ടാവും,
കറിവേപ്പിൻ്റെ ഇല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളത്. പിന്നെ നമുക്ക് മേടിക്കേണ്ട 2 ഐറ്റംസാണ് പുറത്ത്. അത് അങ്ങാടി കടയിൽ നിന്ന് നമുക്ക് മേടിച്ച് വെച്ചാൽ ഒത്തിരി കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. പലരും കേട്ടിട്ടുണ്ടാവും റോസ്മേരി ലീവ്സ്. റോസ്മേരി ലീവ്സ് ചിലവർക്ക് തേച്ചിട്ട് മുടി പോയി എന്നുള്ളൊരു വർത്തമാനമുണ്ട്. അത് നമ്മൾ റോസ്മേരി ലീവ്സിൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് അടുപ്പിച്ചടുപ്പിച്ച് കുറേ വീഡിയോസ് കാര്യങ്ങൾ കുറേ റിവ്യൂസ് അങ്ങനത്തെയൊക്കെ വന്ന സമയത്ത് പലരും ഈ ഒരു സാധനം ഓവറായിട്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് മുടി വളരുന്ന കേൾക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റംസിൽ ഓവറായിട്ട് ചേർത്ത് നമ്മൾ തിളപ്പിച്ച് ആക്കുമ്പോഴാണ് നമ്മുടെ മുടിക്ക് പെട്ടെന്നാണ് ഈ ഒരു സാധനം നമ്മുടെ തലയിലേക്ക് എത്തണത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ബുദ്ധിമുട്ടാണ് വന്നത്. ആ ഉള്ളത് പോലും കൊഴിഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തും പാകത്തിനേ ചെയ്യണ്ടു. അപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ചായയിലെടുക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ റോസ്മേരി ലീവ്സ്. ഇതിപ്പോൾ നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് നമ്മൾ മേടിച്ച് വെക്കുന്നതാണ്. ഇതൊരു പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ 90 രൂപയൊക്കെയാണ് ഹോൾസെയിലിൽ വില. ഇത് തിളപ്പിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുടിക്ക് നല്ലൊരു മണം ഫീൽ ചെയ്യും. നല്ല അടിപൊളി റിസൾട്ടും കൂടിയാണ്. അപ്പോൾ നമ്മൾ ചേർക്കുമ്പോൾ എല്ലാതും കൃത്യ അളവിന് ചേർത്ത് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യണേന്ന് നോക്കാം. അതിന് ഉൾപ്പെടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമുക്ക് ഇങ്ങനെ ഈ സിറം ഉപയോഗിക്കണതിൻ്റെ ഒപ്പം നമുക്ക് വീട്ടിൽ നമുക്ക് കുടിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ചിയ സീഡ് എന്ന് പലരും കേട്ടിട്ടുണ്ടാവും. ആ സാധനം നമുക്ക് കടയിൽ നിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിച്ച് നമ്മളിത് ഈ ഒരു ഐറ്റം നമ്മൾ ഒരു 3 ആഴ്ച അടുപ്പിച്ച് കുടിക്കുമ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ച കൂടുതലായിട്ട് കിട്ടും. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കുകൾ ഇടാനും അതുപോലെ തന്നെ ഈ മുടിക്ക് സമയം മെനക്കെടാൻ പറ്റാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ തടി കുറയ്ക്കാനും ഈ ഒരു സാധനം ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങാടി കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കുടിക്കേണ്ടതെന്നുള്ളത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ അവിടെ പറഞ്ഞു തരാം. തലേ ദിവസം 2 ടീസ്പൂൺ എടുത്ത് വെള്ളത്തിലിടുക, 1 ഗ്ലാസ് വെള്ളത്തിലിടുക. പിറ്റേ ദിവസം ആ വെള്ളത്തിനെ നല്ല പോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്കൊരു ജെല്ല് രൂപത്തിൽ കിട്ടും. അത് കാണുമ്പോൾ അറപ്പ് വെറുപ്പൊന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. മുടി വളരണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രം മതി. ഈ വക സാധനങ്ങളൊക്കെ നമുക്ക് വേഗം തന്നെ വയറ്റിലോട്ട് പൊക്കോളും. അതിലോട്ട് നമ്മൾ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ട് നമുക്ക് മുടി കൊഴിഞ്ഞ് പോവാം. അപ്പോൾ വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൽ ചെറുനാരങ്ങ ചേർക്കുന്നത്. പിന്നെ നമുക്ക് തേൻ. ഇത് 3ഉം തേൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വെയിറ്റിനൊന്ന് കുറയ്ക്കാൻ കൂടിയിട്ടാണ്. അത് ഭക്ഷണം കഴിച്ചിട്ട് വണ്ണം വയ്ക്കുന്നവരുണ്ട്, കഴിക്കാതിരുന്നിട്ട് ഭക്ഷണത്തിന് പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുമെന്ന് പറയില്ലേ, അങ്ങനെ വരുന്നവരും ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഒന്ന് നമ്മുടെ ഫാറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ച ഒരു 3 ആഴ്ച, ഒരു മാസത്തിൽ 3 ആഴ്ച മാത്രമേ വേണ്ടൂ. 4ാമത്തെ ആഴ്ച നമ്മളത് കഴിക്കേണ്ട. പിന്നത്തെ മാസം വീണ്ടും ഒരു 3 ആഴ്ച, അങ്ങനെ 2 മാസം അടുപ്പിച്ച് നിങ്ങൾ അത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്കും അതേപോലെ തന്നെ നമ്മുടെ ഹെയറിനൊക്കെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും അരമണിക്കൂർ മുൻപാണ് ഈ ഒരു വെള്ളം കുടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ വെറും വയറ്റിൽ വേണം കഴിക്കാനായിട്ട്. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും മേടിച്ച് കഴിക്കുക. ഇതിന് 50 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പൈസ ചിലവാക്കി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, അതായത് വിശ്വസിച്ച് കുടിക്കും കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ വക കാര്യങ്ങൾ. അതുപോലെ തന്നെ ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം കഴിക്കുക എന്നുള്ളതും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് കൂടുതൽ വരുന്ന ഒരു ഐറ്റം കൂടിയാണ്. അതുപോലെ നട്ട്സുകൾ കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട്. അങ്ങനെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാനോ. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ 2 കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് കണ്ടിട്ട് വരാം. 2 ഗ്ലാസ് വെള്ളം എടുക്കുക, ഒരു വലിയ ടീസ്പൂൺ ചായയില, അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ റോസ്മേരി ലീവ്സ്, പിന്നെ നമുക്ക് കരിഞ്ജീരകം, ഒരു പിടി കറിവേപ്പിൻ്റെ ഇല. അതിപ്പോൾ ഇത്തിരി കൂടിയോണ്ട് കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന ഓരോ ഐറ്റംസും നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടുന്നതും അതുപോലെ തന്നെ മുടി കറുപ്പാക്കി കൊണ്ടുവരുന്ന ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ
പൊഴിഞ്ഞു പോയ മുടീനെയൊക്കെ നമുക്ക് വളരെയധികം വേഗത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് രാത്രിയിലാണ് നമ്മൾ തേച്ച് കൊടുക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ പഞ്ഞിയിൽ മുക്കിയിട്ട് നമ്മുടെ തലയോട്ടിയുമൊക്കെ നല്ലപോലെ മസാജ് കൊടുക്കുക. ഉണങ്ങിയതിന് ശേഷം കെട്ടിവെച്ച് കിടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.